ഭൂരിപക്ഷ വർഗീയത വരുന്നതുകൊണ്ട് കേരളത്തിൽ BJPക്ക് സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞ് പലരും തള്ളിക്കളയുന്ന ഒരു പാർട്ടിയാണ് BJP. പക്ഷേ സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞ പല സ്ഥലത്തും അധികാരം പിടിച്ചെടുക്കാനായിട്ട് ചാണക്യ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത ഒരു പാർട്ടി കൂടിയാണ് BJP എന്ന് പറയാതെ വയ്യ. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും പറയാനുള്ളത് ഇവിടെ BJPക്ക് സ്കോപ്പ് ഉണ്ടെന്ന് തന്നെയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ CPMനെ ജനങ്ങൾ തന്നെ ഒരു മാൻഡേറ്റിനെ കൊടുക്കാതെ അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഇലക്ഷൻ അതിൻ്റെ ഏറ്റവും നല്ലൊരു റിസൾട്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ഇലക്ഷനിൽ തെളിയിച്ച മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിലുള്ളവർക്കെല്ലാം നല്ലൊരു വിവരമുണ്ട്, നല്ലൊരു ബോധമുണ്ട് ആരെ MLA ആക്കണം ആരെ MLA ആക്കണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരെ നോക്കി, അതും കൃത്യമായിട്ടുള്ള ചുമതല വഹിക്കാനുള്ള കഴിവുള്ളവരെയും ഏറ്റവും കൂടുതൽ ജനസമ്മതരായിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയും വർഗീയത ഇല്ലാത്തവരെയുമായിട്ടുള്ള പല മാനദണ്ഡങ്ങൾ കൽപ്പിച്ചിട്ടാണ് കേരള ജനത കൂടുതലായിട്ടും ഇത്തവണത്തെ ഇലക്ഷനിൽ ജാതി, മതം, വർഗം, വർണ്ണം ഇതൊന്നും നോക്കാതെ ആളെ നോക്കി അതും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചത്. ഇപ്പോൾ UDFന്റെ തരംഗം ഉണ്ടായെന്ന് പറയുമ്പോൾ പോലും UDFന്റെ തന്നെ ചില സ്ഥാനാർത്ഥികളെ യോഗ്യത ഇല്ല എന്ന് കണ്ട് അവിടെയുള്ള ജനങ്ങൾ പൂർണ്ണമായിട്ടും തിരസ്കരിക്കാനും ശ്രദ്ധിച്ചു. ഇത്രയും പ്രബുദ്ധരാണെന്ന് മലയാളി വോട്ടിലൂടെ തെളിയിച്ചിട്ടും VD സതീശനെ പോലെ ഇത്രയും നാളും ഈ ഒരു പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഈ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് മുഴുവൻ സമയവും പ്രവർത്തിച്ച് പാർട്ടിയെ നയിച്ച, പ്രവർത്തകരെ നയിച്ച, ജനങ്ങളെ നയിച്ച ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ തഴയുന്നതായിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇവിടെ BJPക്ക് സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഇനി വരാനായിട്ട് അഥവാ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി എന്നുള്ളതെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും അയാൾ നിൽക്കുന്നിടത്ത് ജനങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സീറ്റും ഒന്ന് കുറയും, കൂടാതെ പാർലമെൻറ്റ് സീറ്റും ഒന്ന് കുറയും. അങ്ങനെ രണ്ട് രീതിയിലും നഷ്ടം കോൺഗ്രസിന് വരുമ്പോൾ വീണ്ടും BJPക്ക് ഇവിടെ സ്ഥാനമുണ്ട്. കൂടാതെ പിണറായി തരംഗത്തിൽ തകർന്നടിഞ്ഞ ഇടതുപക്ഷത്തിന് ഇനിയും ഇവിടെ തിരിച്ചു കയറാനുള്ള അവസരവും നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ട് ഇനി നാളെ ഒരു ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ തന്നെ LDFന് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് UDFന്റെ നേതൃത്വം തന്നെയാണ് എന്നുള്ളത് സങ്കടത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി എന്താവും? VD സതീശനാവുമോ മുഖ്യമന്ത്രി, അതോ KC വേണുഗോപാലാവോ, അതോ ഇതിനെല്ലാം ഇടയ്ക്ക് നിൽക്കുന്ന രമേശ് ചെന്നിത്തലാവും? അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ KC ആണെങ്കിൽ UDF കുറച്ചുകൂടി ഒന്ന് വിയർക്കേണ്ടി വരും. അപ്പോൾ അവിടെ BJPക്ക് വീണ്ടും സ്കോപ്പും വരുന്നുണ്ട്, LDFന് തിരിച്ചെത്താനുള്ള ഒരു അവസരവും ഒരുങ്ങുന്നുണ്ട്.